ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്തി തരാം. ഇത് സഫ്ന ആൻഡ് ദിസ് ഇസ് റിൻഷി. ഇവരെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവരെ പരിചയപ്പെട്ടിട്ട് വെറും 4-5 മാസമായിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾ ഭയങ്കര ബോണ്ട്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഗൈസ്. ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര വർഷമായി? 78, 79. ആദ്യ തീരുമാനം സ്വാതന്ത്ര്യത്തിന് എന്തെങ്കിലും ഓർമ്മകളുണ്ട്? ലഡു പായസം കണ്ടക്ട് ചെയ്ത പാട്രിയോട്ടിക് സോങ് കാര്യങ്ങളൊക്കെയാണ്. 2 വരി പാട്രിയോട്ടിക് സോങ്. അപ്പൊ ഇന്നലെ ഒരു പാട്രിയോട്ടിക് സോങ് പാടി ഫസ്റ്റ് ഹമാരാ ഹംകോ പ്യാരാ ഭാരത് വർഷ മഹാൻ ഹർ ബച്ചാ ഗാ രഹാ ഹൈ ജയ് ജനനി ഹിന്ദുസ്ഥാൻ. ആനിവേഴ്സറി ഇവളുടെയാണെങ്കിലും കത്തികണ്ടിയാണ്. അതെ ഗൈസ്, സഫ്നന്റെ വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ചുള്ള ആഘോഷമാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. പിന്നെ അതും കഴിഞ്ഞ് ഞാനും റീഷും കൂടെ പുറത്തിറങ്ങി. രാത്രി ചെറിയ ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ പൊറാട്ടൊക്കെ വാങ്ങാനാണ് ഇറങ്ങിയത്. ഓളേക്കുന്ന വണ്ടി വാങ്ങിയതിന് ശേഷം ഞാനും ഒരു റൗണ്ട് ഓട്ടി. പിന്നെ ഒന്നും നോക്കില്ല, നേരെ കാക്കുന് പോയി സർപ്രൈസ് കൊടുക്കാൻ. ഇപ്പൊ നിങ്ങൾ കാണുന്നത് അതാണ്. മൂപ്പര് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാതെ നമ്മൾ നേരെ മൂപ്പര് മുന്നിൽ ചെന്നു. അപ്പോഴുള്ള എക്സ്പ്രഷൻസ് ആണ് ഈ കാണുന്നത്. പാവം ആൾക്കാകെ കിളി പോയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോവാൻ. വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മ ഫാമിലി സംഘം എത്തിയിട്ടുണ്ട്. ദിസ് ഈസ് മൈ വെല്ലിപ്പാന്റെ അഞ്ചൻ ആൻഡ് ദിസ് ഈസ് മൈ കസിൻ ബ്രോ. ഇയാൾ എവിടെയും കണ്ടിട്ടുണ്ടോ ഗൈസ്? ഇയാൾ എവിടെയും കണ്ടിട്ടുണ്ടോ? എടോ, നമ്മളെ മറ്റേ ട്രിപ്പിന്റെ കോർഡിനേറ്ററെ ഈ മക്കൾസിനെ കാണിച്ചില്ല. മക്കൾസിനെ നോക്കിയപ്പോ ഒറ്റൊന്നിനും കാണാനില്ല. അപ്പൊ എന്താ അവർക്ക് പരിപാടി അറിയോ? പ്രേത സിനിമ കാണുക. പണ്ടൊക്കെ ഞാൻ ഈ സിനിമ കണ്ട് കുറെ പേടിച്ചതായി. ഇറ്റിങ്ങളൊക്കെ കണ്ടിട്ട് ചിരിക്കുകയാണ്. ഇപ്പത്തെ കുട്ടികൾക്ക് ഒരു വിലയില്ല. പിന്നെ നമ്മളെ ഗാങ്ങിലേക്ക് കാക്കും കൂടെ എൻട്രി ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത അമ്മോനും സംഘം എത്തിയിട്ടുണ്ട്. പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ എല്ലാവരും കൂടെ കാക്കുവിന്റെ വീട്ടിൽ കണ്ടു. ഇനി ഞങ്ങൾക്ക് ഒരു സെലിബ്രേറ്റിനെ കാണിച്ചത്. അതേ കാര്യം നമ്മള് ഷാമോൻ. കുറെ പേര് ഷാമോന്റെ വിശേഷങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഷാമോൻ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ അവിടെ നമ്മൾ കുറച്ചു നേരം ഒക്കെ പറഞ്ഞതിന്റെ ശേഷം അമ്മന്റെ വക ജ്യൂസൊക്കെ കുടിച്ച് എല്ലാരോടും യാത്രയും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് തെറിച്ചു. അപ്പോൾ ബാക്കി നാളെ.